കീം പ്രവേശന പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. ഇക്കൊല്ലം പ്രവേശന നടപടികളിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പുതുക്കിയ റാങ്ക് പട്ടിക പ്രകാരം പ്രവേശനം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സർക്കാർ അപ്പീൽ നൽകാത്തതാണ് തിരിച്ചടിയായതെന്ന് ഹർജിക്കാർ ആരോപിച്ചു. സർക്കാരായിരുന്നു അപ്പീൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായും മറ്റൊരു ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടായേനെ. കാര്യം സർക്കാർ ഒരു അപ്പീലുമായിട്ട് വരികയും സർക്കാരുടെ പോളിസി വിഷയത്തിൽ നയപരമായ തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടുവെന്നും മാത്രമല്ല നയപരമായ തീരുമാനം ആരെയും അനീതി കാണിക്കുന്നില്ലെന്നും മറിച്ച് ഉണ്ടായിരുന്ന അനീതി റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആയിരുന്നു ആ നയപരമായ തീരുമാനമെന്നും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞതെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു തീരുമാനമായിരുന്നു ഇന്ന് കോടതിയിൽ നിന്നുണ്ടാവേണ്ടത്. സമയം ലേറ്റായി എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കോടതിയും പറയുന്നത്. ഇനി ഇതിൽ അൺസർട്ടിനിറ്റിയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. ഒരു വർഷം കൂടെ തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. സഫീഖ്, ഈ തിരിച്ചടിയുടെ വിശദാംശങ്ങളും ഒപ്പം എന്താണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? തന്നെ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നായിരുന്നു. എന്നാൽ അത് കോടതി അംഗീകരിച്ചില്ല. പകരം ഇത്തവണ ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്ന് കോടതി അറിയിക്കുകയായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായി വന്നൊരു കാര്യം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അപ്പീൽ നൽകുമോ എന്നുള്ളതായിരുന്നു കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ അപ്പീൽ നൽകാനില്ല എന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നത്. പകരം 4 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയാണെങ്കിൽ അത് മുന്നോട്ടുള്ള പ്രവേശന നടപടികളെ പൂർണ്ണമായും ബാധിക്കും. ഓഗസ്റ്റ് 2ാം വാരത്തിനുള്ളിൽ തന്നെ ഈ പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഈ റാങ്ക് പട്ടിക റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നിലവിൽ ഇതിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതേസമയം കേരളം ഇന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചത് അടുത്ത വർഷം ഇതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, പരിഷ്കരണങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രമാണ്. പകരം അപ്പീൽ നൽകുന്ന കാര്യങ്ങളിലേക്ക് ഇന്ന് സംസ്ഥാന സർക്കാർ കടന്നതുമില്ല. ഇതാണ് ഇന്ന് CBSE വിദ്യാർത്ഥികൾക്കൊരു കേരള സിലബസ് വിദ്യാർത്ഥികൾക്കൊരു തിരിച്ചടിയായിട്ട് അവരുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുകയായിരുന്നുവെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും ഒരുപക്ഷെ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു പ്രത്യാശയായിരുന്നു അവരുടെ അധ്യാപകരും. അതോടൊപ്പം